ഇന്ത്യ സഖ്യത്തെ ആര് നയിക്കും എന്നതിനെ ചൊല്ലി വിവാദം തുടരുകയാണ്. സഖ്യത്തെ മമതാ ബാനർജി നയിക്കണമെന്ന അഭിപ്രായവുമായി ലാലു പ്രസാദ് യാദവ് രംഗത്ത് വന്നു. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ എതിർപ്പിന് അർത്ഥമില്ലെന്നും ലാലു പ്രസാദ് യാദവ് പറയുന്നു. कांग्रेस की वजह नहीं हो ममता को दो। मुख्यमंत्री नीतीश कुमार यात्रा पे जा रहे लालू जी। अच्छा है जा रहे हैं तो अब तो नैन सेकने जा रहे हैं न तो ममता जी को दे दिया जाए। हाँ दे दे 25 में बोल रहे हैं सरकार फिर से बना रहे हैं लालू जी। हाँ बनाएंगे हम लोग। नीतीश कुमार दावा कर रहे हैं कि 225 सीट जीतेंगे एनडीए। अरे पहले आँख सेके ना अपना जा रहे हैं आँख सेक। ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും തത്സമയം ചേരുകയാണ്. ബൽറാം, യഥാർത്ഥത്തിൽ ഈ അഭിപ്രായ ഭിന്നത നാൾക്കുനാൾ രൂക്ഷമാവുകയാണല്ലോ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? SKN ഇന്ത്യ സഖ്യത്തെ ആര് നയിക്കും എന്നുള്ളത് രൂപീകരണ കാലം മുതൽ തന്നെയുള്ള ഒരു പ്രതിസന്ധിയാണ്. പിന്നീട് അത് ഒരു ഘട്ടത്തിൽ പരിഹരിച്ചിരുന്നെങ്കിൽ അടുത്തിടെ മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പുകളിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം ചോദ്യം ചെയ്തുകൊണ്ട് ചില സഖ്യകക്ഷികൾ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മമതാ ബാനർജിയാണ് താൻ സഖ്യത്തെ നയിക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെ മമതയ്ക്ക് പിന്തുണയുമായിക്കൊണ്ട് സമാജ്വാദി പാർട്ടിയും അടക്കമുള്ള പാർട്ടികൾ രംഗത്തെത്തി. NCPയും പിന്തുണച്ചു. ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ RJDയും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് രാഹുൽ ഗാന്ധിയുടെ എതിർപ്പ് കാര്യമാക്കേണ്ടതില്ല, മമതാ ബാനർജി ഈ ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ യോഗ്യയാണ് എന്നും മമതയെ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലേക്ക് RJD പിന്തുണയ്ക്കും എന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വിഷയത്തിൽ വിവാദം മുറുകുകയാണ്. ഈ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം തന്നെ പാർലമെന്റിലെ സീറ്റ് ക്രമീകരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഈ പ്രശ്നത്തിന് കൂടുതൽ ആഴം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടിയെ അവഗണിച്ചതായുള്ള ആക്ഷേപം സമാജ്വാദി പാർട്ടിക്കുണ്ട്. പാർലമെന്റിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിലടക്കം ഇത് കൃത്യമായി പ്രതിഫലിക്കുന്നുമുണ്ട്. SKN ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.